ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിലൊക്കെ ആയിപ്പോയി കേട്ടോ. ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ എനിക്ക് അത്ര നല്ല കാലമല്ല എന്ന് തോന്നുന്നു. മുന്നേ അത്ര നല്ല കാലമല്ല. അപ്പോൾ ഇത് എന്താ പറയേണ്ടത്, തൊടുന്നതെല്ലാം എന്തോ ഒരു നെഗറ്റീവ് കേട്ടോ. മൊത്തത്തിൽ കുളം തന്നെയാണ്. ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ഞാൻ അക്ഷയ, ബാങ്ക്, കൃഷി ഓഫീസ്, അക്ഷയ, ബാങ്ക്, കൃഷി ഓഫീസ് അങ്ങനെ കയറി ഇറങ്ങി നടക്കുകയാണ്. അത് വേറൊരു വശം കേട്ടോ. അപ്പോൾ അത് വാപ്പാടെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെ പോയതാണ്. അപ്പോൾ നമുക്ക് ഈ പുറത്ത് പോകുന്ന വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഇച്ചിരി മടിയുള്ള കാര്യമാണ്. മറ്റൊന്നുമല്ല, നമ്മൾ വീഡിയോ എടുക്കുന്ന സമയം ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ, ഞാൻ അവരെയാണോ വീഡിയോ എടുക്കുന്നതെന്നാണോ അവർ വിചാരിക്കുന്നത്, അങ്ങനെയൊക്കെയുള്ളൊരു പേടിയാണ് കേട്ടോ. എനിക്കങ്ങനെ വീഡിയോ എടുക്കാൻ, പുറത്ത് പോകുമ്പം വീഡിയോ എടുക്കാൻ എനിക്ക് പേടിയാണ് ശരിക്കും. അപ്പോൾ അനിയത്തി പറയും, നീ പുറത്തൊക്കെ പോകുമ്പോൾ ആ വീഡിയോ ഒക്കെ എടുത്തൂടെ, ആ വീഡിയോയും കൂടെ നിനക്ക് ആഡ് ആക്കിക്കൂടെ എന്നൊക്കെ ചോദിക്കും. പക്ഷേ ഇതാണ് പ്രശ്നം, മറ്റുള്ളവർ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ വേറൊന്നും അല്ല കേട്ടോ, മറ്റുള്ളവരെന്ത് വിചാരിക്കുന്ന പ്രശ്നമല്ല. അവരിനി എന്നെ വഴക്ക് പറയുമോ, അവർക്ക് തെറ്റിദ്ധാരണ വന്നാലും ചിലപ്പോൾ ഞാൻ അവരെയാണോ വീഡിയോ എടുക്കുന്നതെന്നൊക്കെ ചോദ്യം വരുമോ എന്നൊക്കെയുള്ളൊരു പേടി ഉള്ളത് കൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാതിരിക്കുന്നത്. അപ്പോൾ എന്താ ഇത് നമ്മളിങ്ങനെ പെട്ടെന്ന് തന്നെ ഇന്ന് ഞാനങ്ങ് എടുത്ത വീഡിയോ, ഇന്നത്തെ വീഡിയോയാണ് കേട്ടോ. അപ്പോൾ 2-3 ദിവസമായിട്ട് ഞാൻ പറഞ്ഞില്ലേ, എനിക്കിങ്ങനെ പനിയാണെന്നുള്ള കാര്യം നമ്മൾ ലാസ്റ്റ് വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കും കൊച്ചിനുമൊക്കെ പനിയാണ്. ഇപ്പോൾ അതേ വാപ്പാക്കും പനിയായിട്ടുണ്ട്. ഇപ്പോൾ സീസൺ പനിയാണെന്ന് തോന്നുന്നില്ലേ, മൊത്തത്തിൽ പനിമയമാണ് ഇപ്പോൾ. അപ്പോൾ ഇപ്പോൾ എനിക്കും കൊച്ചിനും ഒക്കെ ഏകദേശം കുറഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പോൾ വാപ്പാക്ക് പനിയായിട്ടുണ്ട്. അപ്പോൾ വലിയ കുഴപ്പമില്ല കേട്ടോ, എന്നാലും പനിയുണ്ട്. അതൊക്കെ കൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാതിരുന്നത്. വീഡിയോ പിന്നെ ഇടാതിരിക്കുന്നതിന് വേറൊരു കാരണമെന്ന് പറയുന്നത്, വിറക് വെട്ടുന്നതിനിടയിൽ എൻ്റെ ഈ ഒരു കൈ ഒന്ന് എന്താ പറയേണ്ടത്, വിറക് ഒന്ന് അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കൈക്ക് ചെറിയൊരു കൈക്കല്ല, വിരലിന്, തള്ളവിരലിന് ചെറിയൊരു നീരൊക്കെ ഉണ്ട്. ഇച്ചിരി ബുദ്ധിമുട്ടാണ് കേട്ടോ നമുക്കിങ്ങനെ അരിയാനും ഒക്കെ ചെയ്യാൻ, പച്ചക്കറി എന്തെങ്കിലുമൊക്കെ അരിയാനൊക്കെ ഭയങ്കര പാടുള്ളതാണ്. അതായത് നമ്മൾ ജോലിയൊക്കെ ഇച്ചിരി പാടാണ് കേട്ടോ ആ കൈക്ക്. വേറെ കുഴപ്പമൊന്നുമില്ല, ചെറിയൊരു നീരുണ്ട്, ചതഞ്ഞതാണ്. അങ്ങനെ മൊത്തത്തിൽ എനിക്ക് കുഴപ്പമാണ്. അങ്ങനെ എന്താ, നമ്മളിതിപ്പം തട്ടിക്കൂട്ടി എടുത്തിട്ടുള്ള ഇന്നത്തെ ഒരു വ്ളോഗാണ്. ഇന്നും കൂടി വീഡിയോ ഇടാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ നമ്മുടെ എല്ലാ ഗ്രാഫും താഴോട്ടാണ്. അതുകൊണ്ട് വീഡിയോ ഇട്ടില്ലെങ്കിൽ പ്രശ്നമാണ്. അതുകൊണ്ട് എന്താ, ഇന്നിപ്പോൾ അങ്ങനെ എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ്. 2 ദിവസം മഴയൊന്നും ഇല്ലായിരുന്നു കേട്ടോ, നല്ല വെയിലായിരുന്നു. അപ്പോൾ വിചാരിച്ചു മഴ ഇപ്രാവശ്യം കുറവായിരിക്കുമെന്ന്. പക്ഷേ അങ്ങനെ വിചാരിച്ചത് കൊണ്ടാണോ എന്നറിയത്തില്ല, 2 ദിവസമായിട്ട് നല്ല മഴയാണ്. ഇന്ന് വെളുപ്പിനെ തുടങ്ങിയ മഴയാണ് കേട്ടോ. ഇടവിട്ട് പെയ്യുന്ന മഴ, ചാറ്റലൊന്നുമല്ല, നല്ല അടാറ് മഴയാണ് പാസ്സാക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ എന്താ, രാവിലെ പുട്ടായിരുന്നു, തലേന്ന് വെച്ചിട്ടുള്ള കിഴങ്ങ് കറി. വൈകുന്നേരം ചപ്പാത്തി ആയിരുന്നു കേട്ടോ, തലേന്ന് വൈകിട്ട്. അപ്പം കുറച്ച് കിഴങ്ങ് കറി അധികം വെച്ചിട്ടുണ്ടായിരുന്നു. അത് രാവിലെ ഒന്ന് ചൂടാക്കി കുറച്ച് പുട്ടൊക്കെ ഉണ്ടാക്കി രാവിലത്തെ കാര്യങ്ങളൊക്കെ അങ്ങ് കഴിച്ചിട്ടുണ്ട്. പിന്നെ ചായ കുടിച്ചു. രാവിലെ ഇന്ന് മീൻ കൊണ്ടുവന്നു കേട്ടോ. മീൻ കിട്ടിയിട്ട് 3-4 ദിവസമായി. അപ്പോൾ ഇന്ന് കുറച്ച് നെത്തോലിയും എന്താ, ഇതിനൊക്കെ ഇപ്പോൾ ഭയങ്കര വിലയാണ്. മത്തിയൊക്കെ ഇപ്പോൾ ഭയങ്കര സ്റ്റാറിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കിട്ടുന്നത് എന്താ, ഉള്ളത് കൊണ്ടുപോകണം പോലെ എന്ന് പറയുന്ന പോലെ നമുക്ക് എന്താ 2-3 അയലക്കുഞ്ഞുങ്ങളുണ്ട്. പിന്നെ മത്തിയുണ്ട്, നല്ല മുട്ട മത്തിയായിരുന്നു കേട്ടോ, പനഞ്ഞിലൊക്കെ ഉള്ള മുട്ട മത്തിയായിരുന്നു അത്. പിന്നെ കുറച്ച് നെത്തോലിയാണ് അധികമായി കൊണ്ടുവന്നത്. അപ്പോൾ രാവിലെ തന്നെ ഞാനതങ്ങ് കറി വെക്കാൻ പോവാണ് കേട്ടോ. 3-5 ദിവസം മീൻ കഴിക്കാത്തതിൻ്റെ ഒരു എന്തോ പറയേണ്ടത്. അങ്ങനെ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഞാൻ മീനൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. പുറത്തിറങ്ങാൻ പറ്റത്തില്ല, മഴയാണ്. ചോറ് വെക്കാനുള്ള വെള്ളമൊക്കെ ഞാൻ അനിയത്തി പാത്രങ്ങളൊക്കെ കഴുകി തന്നു. അപ്പോൾ ഈ മീൻ ഉണ്ടെങ്കിലും എനിക്ക് കൈക്ക് വേദനയുണ്ട് കേട്ടോ. വേദനയെന്ന് പറയാൻ പറ്റത്തില്ല, ഒരു മരവിപ്പ് പോലെ. പിന്നെ നീരുമുണ്ട്, അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളില്ല. അങ്ങനെ മീനൊക്കെ വെട്ടിത്തേച്ച് കഴുകിയെടുത്തു. പിന്നെന്താ, ഇനി വെള്ളം ചൂടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അരിയൊക്കെ കഴുകിയിടാൻ പോവാണ്. ഇന്നത്തെ കണ്ടൻറ്റ് എന്ന് പറയുന്നത്, തേങ്ങ ഇല്ലായിരുന്നു കേട്ടോ, അതാണ് സത്യം. അപ്പോൾ തേങ്ങ അരയ്ക്കാത്ത ഇന്നത്തെ ഒരു ഉച്ചയൂണാണ്. കറികളും കരിങ്ങളും എല്ലാം തേങ്ങ അരയ്ക്കാതെ നമുക്കൊന്ന് ഉണ്ടാക്കി എടുക്കാം. അങ്ങനെ അരിയൊക്കെ കഴുകി ഇട്ട് കൊടുത്തു. നമ്മുടെ ഈ ഒരു ഭാഗത്തൊട്ടിച്ചിരിക്കുന്ന ന്യൂസ് പേപ്പർ എല്ലാം കരിയായിട്ടുണ്ട്, അതായത് കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. ഞാനതൊക്കെ ഒന്ന് കീറി എടുത്താണ് തീ എത്തിക്കുന്നത് ഇപ്പം കേട്ടോ. ഇനിയിപ്പം നമുക്ക് മാറ്റി ഒട്ടിക്കണം.
അപ്പോൾ മൈദമാവില്ല, മൈദമാവ് വാങ്ങിച്ചിട്ട് നമുക്കത് മാറ്റി ഒട്ടിക്കണം. അല്ലാതെ നമ്മൾ അവിടെ വാൾപേപ്പർ ഒട്ടിച്ചിട്ട് കാര്യമില്ല, കാരണം വാൾപേപ്പർ ആണെങ്കിൽ 2 ദിവസം നമുക്കത് നഷ്ടമായിരിക്കും, നല്ലതുപോലെ കരിയേറി പിടിക്കും, അങ്ങനെയൊക്കെയുള്ള പ്രശ്നമുണ്ട്. പിന്നെ ആ ഒരു ഭിത്തിയിൽ ശരിക്കും പറഞ്ഞാൽ വാൾപേപ്പർ ഒട്ടത്തില്ല കേട്ടോ, അങ്ങനെ ഒരു കുഴപ്പം കൂടെ ഉണ്ട്. അതിനിപ്പോൾ എന്തായാലും അതിനെ ഒട്ടിക്കണം, പേപ്പർ മാറ്റിയൊക്കെ ഒട്ടിക്കണം. അങ്ങനെ മീനൊക്കെ കഴുകി അരിയൊക്കെ ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് കുറച്ച് കൊച്ചുള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് ചതച്ചെടുത്തു, മീന് പുളി വെക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തക്കാളിയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു മെഴുക്കുരട്ടിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ക്യാരറ്റും അതുപോലെ ബീട്രൂട്ടും കുറച്ച് അമരപ്പയർ, കൊത്തമര ഉണ്ടല്ലോ, സാമ്പാർ അമരം, അതും 2-3 പച്ചമുളകും ഒക്കെ ഒന്ന് എടുത്തിട്ടുണ്ട്. ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ദേ അനിയത്തി അപ്പുറത്ത് അടുപ്പിലോട്ടൊന്ന് തീ എത്തിച്ച് തന്നിട്ടുണ്ട്. ഈ അടുപ്പ് നമ്മൾ എപ്പോഴും അങ്ങനെ കത്തിക്കുന്ന അടുപ്പൊന്നുമല്ല, വല്ലപ്പോഴും ഒക്കെ കത്തിക്കുമായിരുന്നു മുമ്പ്, പിന്നെ ഇത് കത്തിക്കത്തേ ഇല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ഒരു അടുപ്പ് തീ കത്തിപ്പിടിക്കാൻ ഭയങ്കര പാടാണ്. എന്നാലും ഇന്നിപ്പം കത്തിച്ച് തന്നിട്ടുണ്ട്, കാരണം കുറേ സമയം നമ്മൾ ആ കനലൊക്കെ വരി അടുപ്പിലോട്ട് ഇട്ടത് കൊണ്ട് അടുപ്പ് നല്ല ചൂടായി. അങ്ങനെ തീയൊക്കെ പിടിച്ചു. ഇതേ ചട്ടി അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ കറി അങ്ങ് സെറ്റാക്കാവേ. പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകും ഉലുവയൊക്കെ പൊട്ടിച്ച് ചതച്ചെടുത്തിട്ടുള്ള ഉള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്, ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിലേക്ക് തക്കാളിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളി അരച്ച് ചേർത്താൽ ഒന്നുകൂടി കൊഴുപ്പ് കിട്ടും കേട്ടോ. നല്ലതുപോലെ തക്കാളിയൊക്കെ ഇട്ടൊന്ന് വാട്ടിയതിന് ശേഷം ഞാൻ പൊടികളൊക്കെ ഒന്ന് വെള്ളം കൊണ്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. കാരണം പൊടികളല്ലാതെ ഇട്ട് കൊടുത്താൽ നമ്മളെ ഗ്യാസ് പോലെ വേറെ ഓപ്ഷനൊന്നുമില്ല തീ കുറയ്ക്കാനായിട്ട്. നമ്മൾ എത്ര തീ ഇപ്പം ഈ വിറകെടുത്ത് മാറ്റിയാലും അടുപ്പിന് നല്ല ചൂടല്ലേ, അതുകൊണ്ട് കരിഞ്ഞു പോകും പെട്ടെന്ന്. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് നനച്ചെടുത്തിട്ടാണ് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് വരട്ടി അങ്ങ് എടുത്താൽ മതി കേട്ടോ, നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ച് ഒന്ന് വരട്ടിയെടുത്താൽ മതി. എന്നിട്ട് വേണം ഇതിലേക്ക് കുടംപുളി കുറച്ച് കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളത്തോടു കൂടി തന്നെ ഞാനങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ചാറിന് ആവശ്യമുള്ള കുറച്ച് തിളച്ച വെള്ളം കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും കറിയുടെ കാര്യം ഏകദേശമൊക്കെ അവിടെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെക്കാം. തിളച്ചതിന് ശേഷം മീനിട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ വന്നിട്ട് നമ്മൾ നേരത്തെ വൃത്തിയാക്കി വെച്ച ഒരു പച്ചക്കറിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. മെഴുക്കുരട്ടിക്കാണ് കേട്ടോ. അപ്പോൾ അതാകുമ്പോൾ തേങ്ങ വേണ്ടല്ലോ, മെഴുക്കുരട്ടി വെക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു പൈപ്പിൽ നിന്ന് ഇറ്റിറ്റ് വെള്ളം പോകുന്നത്, ആ പൈപ്പ് കുറച്ച് ഇതാണ് കേട്ടോ, ലീക്കാണ്. അതുകൊണ്ടാണ് ഇറ്റിറ്റ് ഇങ്ങനെ വെള്ളം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ കറിയൊക്കെ തിളച്ചപ്പോൾ മീനൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ അങ്ങ് ഇട്ട് കൊടുക്കും. ഇതേ കണ്ടില്ലേ, ഇവിടെ ഇത് തലേന്ന്, അതായത് ഇന്നലെ വൈകുന്നേരം തേക്കും അതുപോലെ അടുത്ത് നിന്ന് ആ മാവും ഒക്കെ ഒന്ന് നല്ലതുപോലെ അങ്ങ് കോതി കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പുറത്തെ വീട്ടിൽ ആ കിണറിൽ ഇലയൊക്കെ കൊഴിഞ്ഞ് വീണ് ആകെ നാശമായി കിടക്കുന്നത് കൊണ്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ ഒന്ന് മുറിക്കണേന്ന്. അങ്ങനെ അതൊക്കെ ഒന്ന് മുറിച്ച് ഇതേ ആ വേപ്പും ഒക്കെ ഒന്ന് മണ്ട വരെ അങ്ങ് കോതി നിർത്തി കേട്ടോ. ഇനിയിപ്പോൾ ഇതൊക്കെ വൃത്തിയാക്കാനുണ്ടായിരുന്നേ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വൃത്തിയാക്കലിലാണ് എനിക്ക് ഈ കൈക്ക് പണി കിട്ടിയത്. അപ്പോൾ ദേ ഈ കിടക്കുന്ന വിറകൊക്കെ ഒടിച്ച് ചെറിയൊരു കമ്പൊന്ന് അടിച്ചതാണ് കേട്ടോ. അങ്ങനെ എൻ്റെ കൈക്ക് അങ്ങനെ ചെറിയ പണിയൊക്കെ കിട്ടി. അതൊക്കെ കൊണ്ടാണ് ഇന്നലെയൊന്നും നമുക്ക് വീഡിയോ അങ്ങോട്ട് അപ്ലോഡ് ആക്കാനൊന്നും പറ്റാതിരുന്നത്. ഇനി കണ്ടില്ലേ, മുറ്റമൊക്കെ അടിക്കണം. കുറച്ച് ഞാൻ അടിച്ച് വാരി കൊടുക്കാം, ബാക്കി അവൾ അടിച്ച് വാരിക്കോളും. കിണറ്റിൽ വെള്ളമായോ എന്നൊക്കെ ചോദിച്ചവരുണ്ട് കേട്ടോ. കിണറ്റിൽ അന്ന് ആദ്യത്തെ ഒരു മഴയുണ്ടല്ലോ, അത് നല്ലതുപോലെ പെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കുമൊക്കെ വെള്ളമായിട്ടുണ്ടായിരുന്നേ. അങ്ങനെ എന്തായാലും ഇനി ഇതൊരു പണിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ തൂത്തുവാരി വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ ഞാൻ കയറി വന്നപ്പോൾ കറിയൊക്കെ അവിടെ സെറ്റായിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് കറി അങ്ങ് മാറ്റി. എനിക്ക് മെഴുക്കുരട്ടി വെക്കാൻ വേണ്ടിയിട്ട് പോവാണ്. വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകൊക്കെ പൊട്ടിച്ച് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള അതും അത് കുറച്ച് സവാളയും കൂടെ കൊത്തി ഇട്ടിട്ടുണ്ടായിരുന്നേ, അതും കൂടെ ഇട്ട് നന്നായിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. വെള്ളം ഒഴിക്കണ്ട കേട്ടോ, ആ എണ്ണയിൽ കിടന്ന് തന്നെ ചെറിയൊരു തീയിലിട്ട് കൊടുത്താൽ മതി. നമ്മളിങ്ങനെ വഴറ്റി എടുത്താൽ മതി കേട്ടോ. അപ്പം അത്രയും നൈസായിട്ട് അരിഞ്ഞെങ്കിൽ മാത്രമേ ബീട്രൂട്ടൊക്കെ ഒന്ന് എന്താ പറയേണ്ടതൊന്നും വാടി വരത്തുള്ളൂ, അല്ലെങ്കിൽ പിന്നെ വെള്ളം ഒഴിച്ചു കൊടുത്ത് വേവിക്കേണ്ടി വരും. കണ്ടില്ലേ, നല്ലതുപോലെ വാടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എരിവിന് വേണ്ടി പച്ചമുളക് ചേർത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും കൂടെ ഒക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നപ്പോൾ നമ്മുടെ മെഴുക്കുരട്ടി അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് മീൻ വറുക്കാൻ വേണ്ടിയിട്ടേ ഉള്ളൂ. കുറച്ച് മീനും കൂടെയൊക്കെ ഫ്രൈ ആക്കി എടുക്കുമ്പോൾ നമ്മുടെ ഇന്നത്തെ കാര്യം കുശാൽ. മറ്റ് ജോലികൾ എടുക്കാമെന്ന് പറഞ്ഞാൽ വീഡിയോ എഡിറ്റ് ചെയ്യാൻ കിടപ്പുണ്ട് കേട്ടോ, എഡിറ്റ് ചെയ്യണം. പിന്നെ മഴയും കൂടെ ആയതുകൊണ്ട് സൗണ്ട് വോയിസ് ഓവർ കൊടുക്കാൻ പറ്റത്തില്ല. ഇപ്പം തന്നെ മഴ ചാറ്റലുണ്ട്. ഞാൻ ഒഴിഞ്ഞൊരു ഭാഗത്ത് വന്നിരുന്ന് അകത്തിരുന്ന് വോയിസ് ഓവർ കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പുറത്തോട്ട് ഇറങ്ങി വന്ന് വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ ചെറിയ മഴച്ചാറ്റലും ഒക്കെ ഉണ്ട്. ഇനി അടുത്തൊരു പനി പിടിപ്പിക്കാൻ വയ്യ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെയാണ്. ഇതേ ചോറും വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചോറും വേവിച്ചെടുത്തു. നമ്മുടെ മീൻ വറുത്തതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും എല്ലാം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ.
അപ്പോൾ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്തതിൻ്റെ എല്ലാ പഴയ കൂട്ടുകാർക്കും പുതിയ കൂട്ടുകാർക്കും ഒത്തിരി നന്ദിയുണ്ട്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പനിയാണ് പൊതുവെ, എല്ലാവരും സൂക്ഷിക്കുക. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചങ്ങ് നിർത്തുകയാണ്. അങ്ങനെ പാത്തുക്കുട്ടിക്ക് ചോറൊക്കെ വിളമ്പിയിട്ടുണ്ട്. ഈ കറി ഞാൻ വെറുതെ വിളമ്പി വെച്ചത്, അവൾ കറി കഴിക്കത്തൊന്നുമില്ല. ഈ കറി അങ്ങ് തിരിച്ചൊഴിക്കേണ്ടി വരും. വന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തിരിച്ചൊഴിച്ചു കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ബൈ.